യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്ന് ജനുവരി 6-ാം തീയതി, തിരുസഭയിൽ ഇന്ന് ധനഹാ തിരുനാൾ ആചരിക്കുകയാണ്. ധനഹാ തിരുനാളിൻ്റെ മറ്റൊരു പേരാണ് പിണ്ടിക്കുത്തി തിരുനാൾ. ചിലരൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ പിണ്ടികുത്തി അതിൽ ദീപങ്ങളൊക്കെ തെളിയിച്ച് പ്രത്യേകമായിട്ട് ഈ തിരുനാൾ ദിനം ആഘോഷിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ധനഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഉദയം, പ്രകാശം എന്നിവയൊക്കെയാണ്. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. സ്നാപക യോഹന്നാനിൽ നിന്ന് ഈശോ മാമോദീസ സ്വീകരിച്ചതിൻ്റെ അനുസ്മരണം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പിണ്ടികുത്തി തിരുനാൾ ദിനം, ധനഹാ തിരുനാൾ ദിനം, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വചനഭാഗമാണ്. ഈശോ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോ ലോകം മുഴുവൻ്റെയും പ്രകാശമാണ്. പ്രകാശമായിട്ടാണ് ഈശോ ഈ ലോകത്തിൽ ജീവിച്ചത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വീണ്ടും കാണും, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ തിരുനാൾ ദിനം ശക്തമായ തീരുമാനമെടുക്കാം. ഈശോയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഈ ലോകത്തിൽ പ്രകാശമായിട്ട് മാറണം. ഈശോയ്ക്ക് വേണ്ടി കത്തി എരിയുന്നവരായിട്ട് നമ്മൾ മാറണം. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ പ്രകാശമായിട്ട് മാറണം. മറ്റുള്ളവർ ഈശോയെ കാണാനായിട്ട് ഇടവരണം. നമുക്ക് ഈ ധനഹാ തിരുനാൾ ദിനം ശക്തമായ തീരുമാനമെടുക്കാം. ലോകത്തിൻ്റെ പ്രകാശമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോ പ്രകാശമായതുപോലെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലെങ്കിൽ, ഈശോയാകുന്ന പ്രകാശം മറ്റുള്ളവരിലേക്ക് നമ്മൾ നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് മാപ്പപേക്ഷിക്കാം. ഇന്നേ ദിനം, ഈ ധനഹാ തിരുനാൾ ദിനം, ശക്തമായ തീരുമാനമെടുക്കുക. ഈശോയ്ക്ക് വേണ്ടി നമുക്ക് കത്തി എരിയുന്നവരായിട്ട് മാറാം. ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ ധനഹാ തിരുനാൾ ദിനം ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ, ഈ ലോകത്തിൽ പ്രകാശമായി വെളിച്ചമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹവും അഭിഷേകവും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.